ആദ്യത്തെ നമ്മുടെ സന്ദർശനം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിപ്പാറയാണ്. കുഞ്ഞാലി എന്ന പേരുള്ള ഒരു ഭീകരനെ ഒളിച്ച് താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊന്നും തോന്നില്ല, ഇത്രയധികം നീളമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ കുട്ടികൾ തന്നെയാവും അവരുടെ വികൃതി എന്ന് പറയാം. മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കേണ്ടതായുണ്ട്. പാറയ്ക്കുള്ളിലൂടെ ചെറിയൊരു വിടവ് കാണുന്നുണ്ട്. നമുക്കിതിൽ കൂടെ കയറാൻ പറ്റുമോ നോക്കിയാലോ. വേറെ ഒന്നിനെയും കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും ഈ ഒന്നിനെ മാത്രമായിട്ട് കാണിച്ചു തരാനാണ്. പ്രദേശവാസികൾ ശക്തമായ ശബ്ദം ഉയർത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഒമ്പതുങ്ങൽ കൈലാസ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മേൽഭാഗമാണ് കാണുന്നത്. മൂന്നുമുറി ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഗുഹയൊന്നും കാണാനില്ല, ഭീകരമായിട്ടുള്ളൊരു ഇറക്കാണ്. അപ്പോൾ അതേ ഗുഹയെ നമ്മൾ കാണുന്നത്, മുന്നിൽ കാണുന്നത്. കയറാമെന്ന് പറഞ്ഞ് കയറി പോകുന്നുണ്ട്. ഗഡികളെ, നമ്മുടെ ഗ്രാമവിശേഷങ്ങളുടെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. ഗഡികൾ എന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലക്കാർ തെറ്റിദ്ധരിക്കരുത്. ഗഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ പ്രാദേശിക ഭാഷയാണിത്. അത് നമ്മുടെ പ്രാഞ്ചിയാട്ടല്ലേ മമ്മൂട്ടിയുടെ പടം, അത് കണ്ടാലും നമ്മുടെ ലാലേട്ടൻ്റെ പടം തൂവാൻതുമ്പികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരുപാട് ഭാഷാ വൈവിധ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ, പ്രാദേശികമായി ഉരുത്തിരിഞ്ഞു വന്ന ഭാഷകൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇനി അധികം പറയാനുള്ള. നമ്മുടെ പുതിയ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമപഞ്ചായത്ത് മറ്റത്തൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ വലിയ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക, അവിടുത്തെ പ്രധാന പ്രകൃതി ഭംഗി തുളുമ്പുന്ന പ്രദേശങ്ങൾ, മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക എന്നത് ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ നമ്മുടെ സന്ദർശനം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിപ്പാറയാണ്. കുഞ്ഞാലിപ്പാറയെ കുറിച്ച് ഞാൻ അധികം ഇപ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ കാണാവുന്നതാണ്. എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഗഡിയായ വിഷ്ണുവാണ്. വിഷ്ണുവിനെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ക് ഗഡി വിഷ്ണു. ഒരു ഹായ് കൊടുക്കാം നമുക്ക്. ഹായ്. നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാണ്, നമ്മുടെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു, നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ ഒരുപാട് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞാലിപ്പാറയ്ക്കുള്ള യാത്ര തുടർന്നാലോ? തുടങ്ങിയാലോ വിഷ്ണു? ഓക്കെ കേട്ടോ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കുഞ്ഞാലിപ്പാറ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിലുള്ള ഒരു വലിയൊരു കയറ്റാണുള്ളത്. ഒരുപാട് പാറക്കെട്ടുകളൊക്കെ നമ്മുടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞാലി എന്ന പേര് വന്നതിന് പിന്നിൽ, കുഞ്ഞാലിപ്പാറ എന്ന പേര് വന്നതിന് പിന്നിൽ ഒരുപാട് കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊരു കഥയെക്കുറിച്ച് പറയാം. ഇവിടെ കുഞ്ഞാലി എന്ന പേരുള്ള ഒരു ഭീകരനെ ഒളിച്ച് താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയാളിൽ നിന്നാണ് കുഞ്ഞാലിപ്പാറ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഇത് പഴംപുരാണമാണ്, നമ്മുടെ വയസ്സായവർ പറഞ്ഞു വെച്ച കാര്യമാണ്. അത് കൃത്യമായ രേഖകളോ തെളിവുകളോ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് കുഞ്ഞാലിപ്പാറ നമുക്ക് വീണ്ടും അങ്ങോട്ട് കയറിയാലോ? കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ വിഷ്ണു, അപ്പോൾ നമുക്ക് കയറാം. ഗഡികളെ, നമ്മളിപ്പോൾ കുഞ്ഞാലിപ്പാറയുടെ മുകളിലെത്തി കഴിഞ്ഞു. ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞിട്ടാ. ഈ കുഞ്ഞാലിപ്പാറ ഒറ്റ
വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-500 പേർക്ക് ഒരുമിച്ച് ഇരിക്കാവുന്ന ഒരു വലിയ പാറ എന്ന് തന്നെ പറയാം. നമ്മൾ വരുന്ന വഴി കണ്ടല്ലോ, നമ്മൾ ആ പാറ തുടക്കം തൊട്ട് ഈ അറ്റം വരെ ഒരു പാറ തന്നെയാണ്. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊന്നും തോന്നില്ല, ഇത്രയധികം നീളമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ ഇത് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ വലിയൊരു അകത്തളം തന്നെയാണെന്ന് ഇതെന്ന് പറയാം. പിന്നെ ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ടാണ് വർഷക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടി നമുക്ക് കാണാൻ കഴിയും. വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. പക്ഷേ ഇപ്പോൾ രക്ഷയില്ല, കാരണം വേനൽക്കാലമാണ്. വർഷക്കാലത്ത് തന്നെ വരണം. ഒരു മഴ പെയ്യുന്ന ദിവസം നമുക്ക് വരാമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ച് തരാം. പിന്നെ കുഞ്ഞാലിപ്പാറ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഇത് അവിടെ കാണുന്ന കരിങ്കൽ പൊട്ടിക്കുന്ന സ്ഥലം കണ്ടോ. ഇതുപോലെ കരിങ്കൽ ഖനനം നടക്കുന്നത് കുഞ്ഞാലിപ്പാറ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. ഇതിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികൾ ശക്തമായി ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ അതിനെ പിന്തുണയ്ക്കാനായിട്ട് മറ്റ് പ്രബലരായ വ്യക്തികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇതിനും കൂടി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാലിപ്പാറയുടെ ഗതി അധോഗതിയിലായി തീരും. നമ്മളിങ്ങോട്ട് നോക്കിക്കഴിയുമ്പോഴേ ഇവിടുത്തെ പാറകളുടെ മേൽ നമ്മുടെ പിള്ളേരുകൾ അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾ തന്നെയാവും, അവരുടെ വികൃതി എന്ന് പറയാം. ഐ ലവ് യു, പാറു, അക്കു, സംതിങ് ഉള്ള പേരുകളൊക്കെയാണ്. ഇവിടെ യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും സ്ഥിരം വരുന്ന സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഇവിടെ വരേണ്ടതായിട്ടുണ്ട്, എല്ലാവരും ഇത് കാണേണ്ടതായിട്ടുണ്ട്. ചെറുപ്പത്തിലെ നിരവധി തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ താഴെ കാണുന്ന ഈ കുഞ്ഞു വഴിയില്ലേ, ആ വഴി കൂടിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ അതിൽ കൂടെയാണ് വരാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അവിടെ അടച്ചു കെട്ടിയിരിക്കുകയാണ്. പഴയ ഓർമ്മയിൽ ആ വഴി കൂടെ തന്നെ വരാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാലിപ്പാറ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മാറ്റാവുന്നതേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കേണ്ടതായുണ്ട്. അല്ലെങ്കിൽ അത് കുഞ്ഞാലിപ്പാറയുടെ ഭാവി അപകടത്തിലാക്കി തീർക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പാറയ്ക്കുള്ളിലൂടെ ചെറിയൊരു വിടവ് ഉണ്ട്. നമുക്കിതിൽ കൂടെ കയറാൻ പറ്റുമോ നോക്കിയാലോ? ശ്രമിച്ചു നോക്കാം, കയറാൻ പറ്റുമെന്ന് കേട്ടോ. വിഷ്ണുവാൻ്റെ പാറപ്പുറത്ത് കയറിയിരിക്കുകയാണ്. സന്ധ്യ ആയതുകൊണ്ട് ലൈറ്റും കൂടെ അടിക്കുന്നതുകൊണ്ട് ഫുൾ ഡാർക്കായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്രെയിം തന്നെയാണ് കാണുന്നത്. ആ 2 പാറക്കെട്ടുകൾ കണ്ടില്ലേ, ആ 2 പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നുഴഞ്ഞു കയറിപ്പോയത്. കുഞ്ഞാലി എന്ന ഭീകരൻ്റെ വാസം കൊണ്ടാണ് നമ്മുടെ കോടശ്ശേരി മലയുടെ ഈ അകത്തളത്തിന് കുഞ്ഞാലിപ്പാറ എന്ന പേര് വന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുഞ്ഞാലി മരക്കാർമാരുമായിട്ട്, നമ്മുടെ സാമൂതിരിയുടെ കഥയിലെ കുഞ്ഞാലി മരക്കാർമാരുമായിട്ട് കുഞ്ഞാലിപ്പാറ എന്ന പേരിനെ ചേർത്ത് വായിക്കാൻ ചിലർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞാലി മരക്കാർ ഇവിടെ വന്ന് സൈനിക പരിശീലനം നടത്തിയെന്നാണ് അങ്ങനെയുള്ളവർ പറയുന്നത്. കൂറ്റൻ പാറക്കല്ലുകളിൽ ഇപ്പോഴും പീരങ്കിയുണ്ടകൾ ഏറ്റിട്ടുള്ള പാടുകളുണ്ടെന്ന് ഇക്കൂട്ടത്തിൽ പറഞ്ഞു വരുത്തുന്നു. ചിലർ കുഞ്ഞേലിപ്പാറ എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞാലിപ്പാറയ്ക്ക് മതത്തിൻ്റെ വർണ്ണം അണിയിക്കാനും നോക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. കഥ എന്ത് തന്നെ ആയാലും കുഞ്ഞാലി മരക്കാർമാരുമായിട്ട് ഈ ഭൂഭാഗത്തിന് ബന്ധമില്ലെന്നാണ് നമ്മുടെ പ്രദേശത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ലോനപ്പം കടമ്പോട് പറയുന്നത്. ഇച്ചക്കൻ, കുഞ്ഞാലി എന്നീ പേരുകളുള്ള കള്ളന്മാർ തമ്പടിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇതെന്നും അങ്ങനെയാണ് കുഞ്ഞാലിപ്പാറ എന്ന പേര് രൂപമെടുത്തതെന്നുമാണ് അദ്ദേഹത്തിനുള്ള കേട്ടറിവ്. നമ്മുടെ പണ്ട് കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ ഇവിടുത്തെ മാതാപിതാക്കൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു പറയുന്നു. ഇതാ വരുന്ന ഇച്ചക്കൻ കുഞ്ഞാലി, ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പെടുത്താറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വസ്തുതകൾ എങ്ങനെ ചികഞ്ഞു നോക്കിയാലും ഈ പ്രദേശത്തിന് കുഞ്ഞാലി മരക്കാർമാരുമായിട്ട് യാതൊരുവിധ ബന്ധവും കണ്ടെത്താൻ സാധ്യമല്ല. ഒരു കെട്ടുകഥ എന്ന നിലയിൽ മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കൂ.
കോഴിക്കോട്ട് സാമൂതിരിയുടെ നാവിക സൈന്യത്തിന് നേതൃത്വം നൽകിയവർ ഇവിടെ വന്ന് സൈനിക പരിശീലനം നടത്തി എന്നും പറയുന്നതിന് പിന്നിലെ യുക്തി അത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. വെയിൽ മങ്ങി തുടങ്ങിയിരിക്കുന്നു, സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മനോഹരമായ ദൂരക്കാഴ്ചകളും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ മുന്നിൽ നിരവധി കാഴ്ചകളാണുള്ളത്. അതിൽ ഒന്നാണ് ഇതിപ്പോൾ കാണുന്നത്. അതായത് നമ്മുടെ ഒമ്പതുങ്ങൽ കൈലാസ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മേൽഭാഗമാണ് കാണുന്നത്. പിന്നെയും കുറച്ചും കൂടി നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂന്നുമുറി ദേവാലയത്തിൻ്റെ മുകൾ ഭാഗം കാണാൻ കഴിയും. വെയിൽ കൂടി കിടക്കാൻ ലൈറ്റ് ഒന്ന് കുറച്ചിടാം. മൂന്നുമുറി ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. അങ്ങനെ ദൂരക്കാഴ്ചകൾ പലവിധമാണെന്ന് തന്നെ പറയാം. നമ്മുടെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമുടിയും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രദേശവാസിയായൊരു വ്യക്തി അറിവ് തന്ന പ്രകാരമാണ് നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ഒരു ഗുഹയുണ്ട് എന്നുള്ള അറിവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടെ ഗുഹയൊന്നും കാണാനില്ല. നേരം വൈകി തുടങ്ങി. മറ്റൊരു ദിവസം ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ തന്നെ മറ്റൊരു ദിവസം നമുക്കത് കാണിക്കാം, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയ വ്യക്തിനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി, പ്രദേശവാസീനെ. അദ്ദേഹം ഗുഹയുള്ള സ്ഥലം നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ നേരത്തെ നിൽക്കണ്ടായില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഗുഹയുള്ളത്. അവിടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരമായിട്ടുള്ളൊരു ഇറക്കാണ്. വിഷ്ണു ഇറങ്ങുന്നത് കാണാം. ഭീകരമായിട്ടുള്ള ഇറക്കാണ്. ഞാൻ മറ്റൊരു പാറക്കല്ലിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങാനുള്ള ശ്രമം നടത്താം. ഇരുട്ടായി തുടങ്ങി. മാക്സിമം വെളിച്ചം നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റംപ്റ്റ് നടത്തുന്നത്. ഗുഹ കാണാതെ പോകരുത്, അല്ലെങ്കിൽ ഗുഹ കാണിക്കാതെ പോകരുത് എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. അപ്പോൾ വിഷ്ണുമോൻ ഇറങ്ങിയ സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ കൂടെ ഞാൻ ഇറങ്ങി താഴത്തേക്ക്. ഭീകരമായൊരു പാറക്കല്ലാണുള്ളത്. അപ്പോൾ ഗുഹയിലേക്ക് നമ്മൾ എത്തി. അതേ ഗുഹയെ നമ്മൾ കാണുന്നത്, മുന്നിൽ കാണുന്നത് ഇരുട്ടായതുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ട് കാണിച്ചു തരാൻ. അതിനിടെ ബാഗൊന്നും മറിഞ്ഞ് വെള്ളക്കുപ്പി ഒന്ന് താഴെ വീണു. വിഷ്ണുദേവൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞ് കയറി പോകുന്നുണ്ട്. ഇത് രണ്ട് പാറയായിട്ട് കണ്ടോ, മുകളിൽ രണ്ട് പാറയായിട്ടാണ് ജോയിൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് മറ്റൊരു പാറയുടെ മുകൾ ഭാഗമാണ് കാണുന്നത്. ഇതിൽ നമുക്ക് നീണ്ടു നിൽക്കാൻ പറ്റില്ല, നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല. കാരണം കുനിഞ്ഞ് തന്നെ പോകണം, അത്രയാണ് സ്പേസ് ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെയുള്ള നിരവധി ഗുഹകൾ നമ്മുടെ കോടശ്ശേരി മലകളുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത് വരും എപ്പിസോഡുകളിൽ നമുക്കത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണിച്ചു തരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിഷ്ണുമോനും ഞാനും ഈ ഗുഹയുടെ അന്തർഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അറ്റത്ത് തന്നെ എത്തിയെന്നാണ് പറയുന്നത്. ഇനി അവിടേക്ക് പോകാനൊന്നുമില്ല. അപ്പോൾ വലിയൊരു അനുഭവമാണ് ഇന്നത്തെ യാത്ര നമുക്ക് സമ്മാനിച്ചത്. ഇതിനു മുമ്പ് ഒരുപാട് തവണ കുഞ്ഞാലിപ്പാറ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലൊരു സ്കൂൾ ലൈഫ് തൊട്ട് കോളേജ് ലൈഫ് വരെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു തന്നെ പറയാം. അതിലിപ്പോൾ നമ്മുടെ വിഷ്ണുമോനായാലും അവന് താഴെയുള്ള ജിഷ്ണുമോനായാലും നിതിമോൻ, സേവിയർ, തോമസ്, മെൽവിൻ ചേട്ടൻ, അനൂപേട്ടൻ, പിന്നെ സോനു, സജിത്ത്, മൻസൂർ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ നിരവധി തവണ
ഷിഹാബ്, ബിബിൻ സിരാജ്, ഫൈസൽ, അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് വിഷമാവും ചിലവരുടെ പേര് വിട്ടുപോയാൽ. അപ്പോൾ അവർക്കൊപ്പം വരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു യാത്ര അത് ആദ്യമായിട്ട് തന്നെയാണ്. ഇതുപോലെ ഒരു പ്രദേശത്ത് വന്ന് ചേരുക. ഈ ഗുഹ പണ്ട് നമ്മളിവിടെ വന്നു പോയൊരു ഓർമ്മയുണ്ടെങ്കിൽ പോലും ഈ ഗുഹയിലേക്ക് ഇങ്ങനെ ഒരു യാത്രി അത് ആകെ ഇരുട്ടിക്കഴിഞ്ഞു, പുറമേ ഒന്നും വിളിച്ചില്ല. ആ ഇരുട്ടത്ത് നമ്മളിവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ല വിഷ്ണുമാനെ? കാണാൻ സാധിച്ചതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മ പുതുക്കലാണത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ചേട്ടന്മാരായിട്ടും നമ്മളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമ്മൾ വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പണ്ടത്തെ കാര്യങ്ങളിലേക്ക്, പണ്ടത്തെ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ. അപ്പോൾ കുഞ്ഞാലിപ്പാറ കാണാൻ ആഗ്രഹിക്കുന്നവർ വരാതിരിക്കരുത്. ഇത് വളരെ എളുപ്പം എത്തിച്ചേരാവുന്ന സ്ഥലമാണ്. കൊടകരയിൽ നിന്ന് വെള്ളിക്കുളം റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് 3 മുറി സെൻറ്ററിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് നേരെ എത്തുന്നത് കുഞ്ഞാലിപ്പാറയുടെ അടിയിലേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരണം. നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇപ്പോൾ വരും എപ്പിസോഡുകളിലും ഇതുപോലെയുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യത്യസ്തമായ പ്രദേശങ്ങൾ തുറന്ന് കാണിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗഡി വിഷ്ണു. നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള സുഹൃത്താണ്. നമ്മുടെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു. നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ്. കൃത്യമായ രേഖകളൊന്നും ഇല്ല. ഇവിടെ ഒരു കുഞ്ഞാലി എന്ന പേരിൽ ഒരാൾ ഒളിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞോ. കുഞ്ഞാലി മരിക്കാരെന്ന് തന്നെ പറഞ്ഞോ ചേട്ടാ. അങ്ങനെ ഇവിടെ എല്ലാവരും ചോദിച്ചാൽ തന്നെ പറയാ. കുഞ്ഞാലി മരിക്കാറാ, കുഞ്ഞാലി മരിക്കാനാ. എവിടെയാ വിഷ്ണു മോനെ? കോഴിക്കോടല്ല.